എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ പുട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരുന്നതാണ്. ഗോതമ്പ് അന്ന് ഞാൻ പൊടിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. എല്ലാവരും ഗോതമ്പ് പുട്ടിനോടൊന്നും ഇവിടെ മോൾക്കാണ് ഒട്ടും ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് മാത്രമായിട്ട് ചോളത്തിൻ്റെ പൊടിയുണ്ട്. അപ്പോൾ ചോളത്തിൻ്റെ അത് ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഴമുണ്ട്, പാളയംകുടം പഴമാണേ. അപ്പോൾ പുട്ടും പഴമാണിന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ മോൾക്ക് കഴിക്കാനായിട്ട് ചോളപ്പൊടി ഇരുന്നത് ഒരു പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊരു കല്യാണമുണ്ട്. ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടെ ഒരു കല്യാണമുണ്ട്. അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്, മോൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻജിനീയറിങ്ങിന് അവർ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ജോലി കിട്ടിയപ്പോൾ എല്ലാവരും പല വഴിക്കായി. അപ്പോൾ ഓരോരുത്തരുടെയും കല്യാണമാകുമ്പോൾ എല്ലാവരും ഒത്തുകൂടും. അങ്ങനെ അവർ കല്യാണത്തിന് രണ്ടുപേരും കൂടെ പോവുകയാണേ. അരൂരിനടുത്താണ് കല്യാണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ തുറവൂർ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് പണിയും ഒക്കെ ആയിട്ട് നിറയെ പൊടിയാണ് റോഡിലൊക്കെ, നല്ല പൊടിയുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണേ. അനുവിന് നല്ല അലർജിയുണ്ട്. പൊടി അടിച്ചാൽ പെട്ടെന്ന് അലർജിയുടെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് മാസ്ക് വെച്ചിട്ടാണ്, പിന്നെ ആദ്യം ഹെൽമെറ്റ് വെച്ച് അത് ഊരിയിട്ട് പിന്നെ മാസ്ക് വെച്ച് എന്നിട്ടാണ് പോകുന്നത്. തലേദിവസം പോയിട്ടുണ്ടായിരുന്നു, അന്ന് നല്ല പൊടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ട് പോകാമെന്ന് വെച്ചത്. അപ്പോൾ അനുക്കുട്ടിക്ക് ഹാഫ് സാരി ഉടുപ്പിച്ച് കൊടുത്തത് ഞാനാണ് കേട്ടോ. സാരി ഉടുക്കാനും അറിയില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉടുത്തു കൊടുക്കും. അങ്ങനെ അവർ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പം അടുക്കളയിലെ ജോലിയൊക്കെ ഞാനും മോളും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്ത് കാരണം കുറേ നാൾ കൂടി ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടന് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ, പത്യമൊക്കെ ചെയ്തുകൊണ്ട് ആയുർവേദ മരുന്നിൻ്റെ പത്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇറച്ചി, അതായത് ബീഫും ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പത്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മരുന്നിന് പത്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിതേ മോളെനിക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള സാധനങ്ങളെല്ലാം വെളുത്തുള്ളിയും ഉള്ളി ഇഞ്ചി അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട്. പൊളിച്ച് ക്ലീനാക്കിയൊക്കെ തരികയാണ്. അതെല്ലാം അരിഞ്ഞൊക്കെ അടുക്കി വെച്ചോളും, എല്ലാം വെച്ച് തരും. നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇറച്ചിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കുക്കറിലിട്ടിട്ട് അത് വെന്തിട്ടുണ്ട്. 2-3 വിസിലോളം, 2 അല്ല, ഒരു 8 വിസിലടുപ്പിച്ചു കേട്ടാ. ബീഫാകുമ്പോൾ നല്ല വേവുള്ളതല്ലേ. പിന്നെ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേർക്കാനുള്ള എല്ലാം മോൾ അരിഞ്ഞു തന്നു. അപ്പോൾ ഇനി തേങ്ങ വറുത്തതൊന്ന് ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വഴറ്റാനുള്ളത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, സവോള, ചെറിയ ഉള്ളി, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ ആ വെന്തിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്നതും കൂടെ ഞാനൊന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുകയല്ല, ഒന്ന് അതിൻ്റെ കൂടെ കിടന്ന് വേകുമ്പോൾ ആ ടേസ്റ്റും കൂടെ നമുക്ക് ഇറച്ചിയിലേക്ക് കിട്ടും. അപ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തക്കാളിയും കൂടെ ഞാൻ ഒരെണ്ണം അതിലേക്ക് ചേർത്ത് വഴറ്റിയാണേ. ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അതിൽ കിടന്ന് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ടാണ് ഞാൻ ഇട്ടത്. ഇറച്ചിയിൽ ഇങ്ങനെ വലിയ പീസായിട്ട് കിഴങ്ങ് കിടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വെന്തിരുന്ന ഇറച്ചിയിലേക്ക് ഞാൻ ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടെ. അപ്പോൾ 2 ബീട്രൂട്ടും കൂടെ മെഴുക്ക് പുരട്ടാനായിട്ട് തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗരം മസാലപ്പൊടിയും ഞാൻ അല്പം പോരാഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട്, പിന്നെ മല്ലിയില ഇല്ലാഞ്ഞ കേട്ടോ, സാധാരണ ഞാൻ മല്ലിയില ഇടുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബീട്രൂട്ടും ഒരു സവോളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ, ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഓർത്തത്, രാവിലെ കഴുകിയിട്ട തുണിയാണേ, കഴുകി മിഷ്യത്തിൽ ഇട്ടിരുന്നതാണ്, മറന്നുപോയി ഉണക്കാനേ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പിന്നെ തുണിയെല്ലാം എടുത്തിട്ട് ടെറസിൽ വന്ന് അതൊന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് പോയിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി.
ടെറസേ വന്ന് തുണി വിരിക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ തലയിൽ കെട്ടിയിരുന്ന് തോർത്ത് അഴിച്ചിട്ടില്ലായിരുന്നേ. ഇവിടെ നല്ല വെയിലാണ്. എന്തെങ്കിലും തോർത്ത് തലയിട്ടുണ്ട് നമുക്ക് ടെറസേ വന്നിട്ട് ഇത് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ തലവേദന ഇരിക്കും. എനിക്കല്ലെങ്കിലും കുറച്ച് വെയിൽ കൊണ്ടാൽ മതി, പെട്ടെന്ന് തലവേദന ഉണ്ടാകണ ഒരു ടൈപ്പാണ് ഞാൻ കേട്ടാ. ഞാനും മോളും ഇവിടെ അനുക്കുട്ടി അങ്ങനെ തന്നെ വെയിൽ കൊണ്ട തലവേദന ഉണ്ടാവും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണേ. മാത്രമല്ല നിങ്ങളുടെ കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ അവിടെയൊക്കെ മഴയാണോ വെയിലാണോ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഇട്ട് പറയണം കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്. 1-2 ദിവസമൊക്കെ വൈകുന്നേരങ്ങളിൽ ചെറുതായിട്ട് മഴ പെയ്ത് പിന്നെ അങ്ങോട്ട് മഴ പെയ്തിട്ടേ ഇല്ല. ഇപ്പം നല്ല വെയിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ പിന്നെ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്ന്, അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോയാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വേപ്പിലയെല്ലാം ഒന്ന് ഇട്ട് അതിലേക്ക് കടുകൊക്കെ പൊടിച്ചിട്ടാണ് കേട്ടോ ബീട്രൂട്ട് നീളത്തിലരിഞ്ഞാൽ ഞാൻ ഇട്ടതേ. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തടുപ്പേ ആ ചരുവത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചെന്നാലേ ഇന്നലെ കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കണ സമയത്തിന് ഞാനൊന്ന് തിളപ്പിച്ച് അടച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തിളപ്പിച്ച് അടച്ചത് കാരണം ഇപ്പോൾ ചോറ് കഴിക്കുന്ന ടൈമായി വന്നപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് ചൂടില്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാനത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആ ചോറും കലവും ഇറക്കി വെച്ചതാണ്. ചെറിയ കലാണ്, ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ചോറേ കാണുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. വെള്ളത്തിലേക്ക് വെച്ചപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ദേ ഇന്നിപ്പോൾ മോൾക്ക് ഇലയിൽ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വാഴയില എടുത്തത് ഇരിപ്പുണ്ടായിരുന്നേ. ഒരു പകുതിയോളം ഇല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചോറും ഇട്ട് ബീട്രൂട്ടും ഇറച്ചിക്കറിയും ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചയൂണ്. ഞായറാഴ്ച സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓൺലൈനിൽ നമ്മളൊരു പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഈ കല്യാണത്തിനെ മോൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നേ. നമ്മുടെ സ്റ്റൗവിൻ്റെ പുറത്തൊക്കെ ഉച്ചയ്ക്ക് ഇറച്ചി വെച്ചപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒന്ന് തെറിച്ച് വീണിട്ട് സൈഡിലൊക്കെ ആയിട്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് തുടച്ചിട്ടിട്ടാണ് പോയത്. തുടച്ചെങ്കിൽ എനിക്കത് എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് എല്ലാം ഊരി വെച്ച് എല്ലാം ഒന്ന് തളിച്ചിട്ടിട്ടാണ് പോയത്, നമ്മുടെ ലിക്വിഡൊക്കെ എടുത്തിട്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടിട്ടത് ഞാൻ കാര്യം പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ നെറ്റില്ല കേട്ടോ, നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ കേബിള് ഓപ്പറേറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനത് റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ കിട്ടുന്നുണ്ട് നെറ്റ്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരുടെ വീഡിയോയിലേക്ക് എനിക്ക് ഇന്നലെ വരാൻ പറ്റിയത്. വീഡിയോ ഒക്കെ പെൻഡിങ്ങിലായിരുന്നു, കാണാൻ പറ്റാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ ചെറിയൊരു വീഡിയോ ആയി പോയത്. കൂടുതൽ കണ്ടൻറ്റൊന്നും അതിലേക്ക് ഉൾപ്പെടുത്താനോ ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും ഇന്നലെ വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതും ഇന്നലെ പോകേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു മോൾക്ക് മുടി ഒന്ന് ചീകി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുറി വന്നിട്ട് അതൊക്കെ ഒന്ന് ചടയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുടി കെട്ടിക്കൊടുക്കണം. എപ്പോഴും ഒന്ന് മുടി കെട്ടാൻ പറയാത്ത ആളാണ്. ഇന്നിപ്പം എന്നോട് പറഞ്ഞു മുടിയൊക്കെ നന്നായിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. 2 പേരും മുടി കഴിഞ്ഞ ദിവസം മുറിച്ചതാണേ. ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മുടി മുറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യമല്ലേന്ന് ഓർത്ത് ഞാൻ പിന്നെ പറഞ്ഞ് കുഴപ്പമില്ല വെട്ടിക്കോ. അനിക്കുട്ടിക്കും മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നു. ഇപ്പം ലെയർ കട്ട് ആണ് അത് വെട്ടിയത് കാരണം മുടിക്ക് ഇപ്പം നീളം കുറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ വെട്ടത്തില്ല. ആദ്യം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യിപ്പിച്ചതാണ്. മോൾക്കും മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നതാണ്. മുടി വെട്ടണമെന്നും പറഞ്ഞ് നല്ല ധൃതിയായിരുന്നു. അങ്ങനെയാണ് വെട്ടിക്കൊടുത്തത്. അപ്പോൾ ഇനി മുടി വളർത്തണം. അപ്പം ഞാൻ എണ്ണ കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അലോവേരയുടെ എണ്ണ കാച്ചിയതുണ്ട്, ചെമ്പരത്തി പൂവിട്ട് കാച്ചിയ എണ്ണ ഇരിപ്പുണ്ട്. അപ്പോൾ ആ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇനിയിപ്പോൾ മുടിയൊക്കെ ഒന്ന് വളർത്തണം. അപ്പോൾ മുടിയെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തലയിലിടുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അത് നോക്കിയാണ് കേട്ടോ. ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുടിക്ക് നല്ല നീളമായിരുന്നേ. പിന്നെയാണ് മുടി ഇങ്ങനെ മുറിച്ചിടാൻ തുടങ്ങിയത്. എനിക്കാണെങ്കിൽ മുടി വെട്ടുന്നതിനോട് തുമ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കും. 6 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്കിങ്ങനെ മുടിയൊന്ന് തുമ്പ് വെട്ടിക്കൊടുക്കാം. പക്ഷേ ഇങ്ങനെ മുറിച്ച് കളയാനോട് എനിക്ക് താല്പര്യമില്ല.
പക്ഷേ ഇവർ രണ്ടുപേരും അനുക്കുട്ടി എപ്പോഴും വെട്ടാറില്ല, മോളാണ് എപ്പോഴും മുടി വെട്ടണം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും കൂടി അനുക്കുട്ടിനെ കൊണ്ട് മുടി മുറിപ്പിച്ചായിരുന്നു. അപ്പം ഞാനത് മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറയണത്, കാരണം എന്നെക്കൊണ്ട് മുടി കെട്ടാൻ സമ്മതിക്കില്ലാത്ത കാര്യം ഇതാണ്. മുടി കെട്ടാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, കണ്ട എത്ര നീളം ഉണ്ടായിരുന്ന മുടിയാണ്, ഈ മുടിയെ മുറിച്ച് കളഞ്ഞതല്ലേ, എന്ത് ഭംഗിയിൽ കിടന്നതാണെന്നൊക്കെ ഞാൻ കുറ്റം പറയും. അത് കാരണം എന്നോട് പറയാം, അമ്മ കെട്ടണ്ട പൊയ്ക്കോ, ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞ് എന്നെ ഓടിക്കും. എന്നോട് പറയാം, അമ്മ കെട്ടണ്ട, ഇനി ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല, അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുടി കെട്ടിക്കൊടുക്കും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളത് പിന്നീട് മനസ്സിലായത് കേട്ടോ. ഞാൻ പറയും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് പൊക്കി കെട്ടിയാണ്. ഇപ്പം നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്ത് മുടി ഇങ്ങനെ അഴിച്ചിട്ടുണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഇറിറ്റേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുറിയിലേക്ക് ഞാൻ തുണി മടക്കി വെക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞ മുടി കെട്ടിക്കൊടുക്കാൻ. ആ സൈഡിലൊക്കെയുള്ള മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക, നമുക്ക് ചീകി എടുക്കാന്ന് വെച്ചെന്നാൽ അത് ഇവിടം വരെ എത്തത്തില്ല, പകുതിക്ക് കിടക്കേ. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ഇതുപോലെയല്ല, മുടി ഫ്രണ്ടിലൊക്കെ വെട്ടിയിട്ടേക്കും. വെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ഒന്നിച്ച് കെട്ടാൻ നോക്കുമ്പോൾ കയ്യിലെത്തത്തുമില്ല. പിന്നെ വൈകുന്നേരം ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് പിന്നെ 2 ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് പഴംപൊരി ഉണ്ടാക്കിയെടുത്ത് കട്ടൻ ചായയായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ടാറ്റാ.